സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത പ്രതീക്ഷയായിട്ടുള്ള സൂപ്പർ കപ്പിന് തുടക്കമാകാൻ പോവുകയാണ്. ഈ സീസണിലെ അവസാനത്തെ പ്രതീക്ഷ എന്നുകൂടി പറയേണ്ടി വരും. 5ാമത് സൂപ്പർ കപ്പ് ഒഡീഷയിൽ വെച്ചിട്ടാണ്. കലിംഗ സൂപ്പർ കപ്പ് എന്നായിരിക്കും അതിൻ്റെ ടൈറ്റിൽ വരുന്നത്. ഈ സീസണിലെ സൂപ്പർ കപ്പിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. കഴിഞ്ഞ സീസണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് മാറി ഒരു നോക്കൗട്ട് രീതിയിൽ റൗണ്ട് ഓഫ് 16 നിന്നായിരിക്കും മാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ക്വാർട്ടർ ഫൈനലും സെമി പിന്നെ ഫൈനൽ, ആ രീതിയിൽ എല്ലാ മാച്ചും ജയിക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ തുടക്കം തൊട്ടേ എല്ലാ മാച്ചും വിജയിച്ചാൽ മാത്രമേ ആ ഒരു കപ്പിലേക്ക് ടീമിന് എത്താൻ സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അടുത്ത മാച്ച് ഈസ്റ്റ് ബംഗാളിനെതിരെ തോറ്റു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ഒരു സൂപ്പർ കപ്പ് അവിടെ അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്രീ സീസൺ എന്ന രീതിയിൽ ഈ സൂപ്പർ കപ്പ് എത്രത്തോളം ടീമിന് യൂസ്ഫുൾ ആക്കാൻ പറ്റുമെന്നുള്ളത് ടീമിന്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ISLയിലെയും ഐ ലീഗിലെയും ടീമിനെ അണിനിർത്തിക്കൊണ്ടാണ് ഇത്തവണ സൂപ്പർ കപ്പ് ഉള്ളത്. പക്ഷേ ഇത്തവണ സൂപ്പർ കപ്പിൽ ഐ ലീഗ് ടീമുകൾ വളരെ കുറവാണ്. 3 ടീമുകളാണ് ആദ്യം ഉണ്ടായിരുന്നത്. ചർച്ചിൽ ബ്രദേഴ്സ്, ഇന്റർകാശിയും അതുപോലെ തന്നെ ഗോകുലം കേരള FC. പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ ചർച്ചിൽ ബ്രദേഴ്സ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 2 ടീമുകൾ മാത്രമാണ് ഐ ലീഗിൽ നിന്നുള്ളത്. ഗോകുലം കേരള FCയും അതുപോലെ തന്നെ ഇന്റർകാശിയും. ചർച്ചിൽ ബ്രദേഴ്സ് പിന്മാറിയതുകൊണ്ട് തന്നെ ആ ടീമായിട്ട് മാച്ച് ഉണ്ടായിരുന്നത് മോഹൻ ബഗാൻ ആയിരുന്നു. മോഹൻ ബഗാൻ ഓൾറെഡി ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. സോ ഇപ്പോൾ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത മാച്ച് വരുന്നത് മോഹൻ ബഗാനായിട്ടായിരിക്കും. ആ മാച്ചും ഓൾറെഡി കൺഫേം ആയിട്ടുണ്ട്. ഗോകുലം കേരളയ്ക്ക് FC ഗോവയും അതുപോലെ തന്നെ ഇന്റർകാശിക്ക് ബംഗളൂരു FC, ഈ 2 മാച്ചുകളായിരിക്കും റൗണ്ട് ഓഫ് 16 ISL വേഴ്സസ് ഐ ലീഗ് ഒരു ക്ലാഷ് വരുന്നത്. ബാക്കി എല്ലാ ടീമുകൾക്കും ISL ടീമുകൾ തന്നെയാണ് എതിരാളികളായിട്ട് വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഈസ്റ്റ് ബംഗാൾ ആണെങ്കിൽ ഒഡീഷയ്ക്ക് പഞ്ചാബ്, മുംബൈ സിറ്റി FCക്ക് ചെന്നൈയിൻ FC, നോർത്ത് ഈസ്റ്റിന് മുഹമ്മദൻസ്, ജംഷഡ്പൂർ FCക്ക് ഹൈദരാബാദ് FC. ഈ രീതിയിലായിരിക്കും റൗണ്ട് ഓഫ് 16 ടീമുകൾ മത്സരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ഇതുപോലെ തന്നെ ഈ സീസണിലും സൂപ്പർ കപ്പ് വിജയികളെ കാത്തിരിക്കുന്നത് AFC ചാമ്പ്യൻസ് ലീഗ് 2025-26 സീസണിലെ AFC ചാമ്പ്യൻസ് ലീഗ് 2 ക്വാളിഫയർ സ്റ്റേജിലേക്കുള്ള ഒരു എൻട്രി ആയിരിക്കും. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പുതിയൊരു പരിശീലകൻ, സ്പാനിഷ് കോച്ചായിട്ടുള്ള ഡേവിഡ് കറ്റാലയ്ക്ക് കീഴിലാണ് ഈ സീസണിൽ സൂപ്പർ കപ്പിന് ടീം ഇറങ്ങുന്നത്. ഓൾമോസ്റ്റ് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തൊട്ട് ഏറ്റവും ഒടുവിൽ ആ ഒരു പ്രസ് കോൺഫറൻസിൽ കോച്ച് മെൻഷൻ ചെയ്തതനുസരിച്ച് 15 ട്രെയിനിങ് സെഷൻസ് ആണ് കോച്ചിന് ഈ ഒരു പുതിയ ടീമായിട്ട് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷമാണ് സൂപ്പർ കപ്പിൽ ഈ ഒരു പുതിയ കോച്ചിൻ്റെ അണ്ടറിൽ ടീം കളിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ പറഞ്ഞ പോലെ ട്രെയിനിങ് സെഷൻസ്, സൂപ്പർ കപ്പിൽ കിട്ടുന്ന 1-2 മാച്ചുകളേക്കാൾ കൂടുതൽ ട്രെയിനിങ് സെഷൻസ് ആണ് നമുക്കിവിടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. നമ്മൾ ആദ്യമേയൊക്കെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, പുതിയൊരു കോച്ച് എൻഡ് ഓഫ് ദ സീസൺ വരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കാനില്ല. അടുത്ത സീസണിന് മുന്നോടിയായിട്ട് മാക്സിമം എത്രത്തോളം ടൈം കിട്ടുമോ, എത്രത്തോളം ട്രെയിനിങ് സെഷൻസ് കിട്ടുമോ, പ്ലേയേഴ്സായിട്ട് കോച്ചിന് എത്രത്തോളം ആ ഒരു ഫെമിലിയാരിറ്റി കൊണ്ടുവരാൻ പറ്റുമോ, അത് തന്നെയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യവും അടുത്ത സീസണിലേക്ക് വരുമ്പോൾ, ടീം സെലക്ഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് ഈ പറഞ്ഞ ടീമിലെ പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസിനനുസരിച്ച് സജഷൻ കൊടുക്കാനും അടുത്ത സീസണിലേക്ക് വളരെ നേരത്തെ തന്നെ പ്രിപ്പറേഷൻസും ടീമിൻ്റെ ഒരു ഓവറോൾ ഐഡിയ കിട്ടി, അങ്ങനെ മൊത്തത്തിൽ കോച്ചിന് കുറച്ചുകൂടി കൂടുതലൊരു ടൈം ഈ സീസണിൽ അടുത്ത സീസണിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റിംഗ് പാർട്ട്. കഴിഞ്ഞ സീസണിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ടായിട്ട് പറയാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ സൂപ്പർ കപ്പും അതിന് മുന്നോടിയായിട്ടുള്ള ട്രെയിനിങ് സെഷൻസും സൂപ്പർ കപ്പിൽ കിട്ടുന്ന മാച്ചസൊക്കെ കളിച്ച് ആ ഒരു ടീമിനെ കുറച്ചുകൂടി ഫെമിലിയർ ആവുക, പ്ലേയേഴ്സിന് ഫെമിലിയർ ആവുക, അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് എവിടേക്കാണോ നമുക്ക് ഈ പറഞ്ഞ പോലെ പാച്ചിങ്ങും പ്ലേയേഴ്സിൻ്റെ പുതിയ അറൈവൽസും വേണ്ടത്, അല്ലെങ്കിൽ ഏതെല്ലാം പ്ലേയേഴ്സിനാണോ ടീമിൽ നിന്ന് ഓഫ്ലോഡ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ കോച്ചിന് കുറച്ചുകൂടി കൃത്യമായുള്ളൊരു ധാരണ കിട്ടാൻ ഈ ഒരു സൂപ്പർ കപ്പ് ക്യാമ്പയിനും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ട്രെയിനിങ് സെഷൻസും ബെനിഫിറ്റ് ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധാരണ ഡ്യൂറൻ കപ്പ്, സൂപ്പർ കപ്പ് തുടങ്ങിയിട്ടുള്ള IS അല്ലാതെയുള്ള ടൂർണമെൻറ്റിലേക്ക് വരുമ്പോൾ അവിടെ ഒരു തട്ടിക്കൂട്ടി ടീം അല്ലെങ്കിൽ ഉള്ളവരെ വെച്ച് കളിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് പലപ്പോഴും പോകാറുണ്ടായിരുന്നു. ഒരു ഫുൾ സ്ക്വാഡ് നമുക്ക് പലപ്പോഴായിട്ട് അവൈലബിൾ ആയിരുന്നില്ല, ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ. പക്ഷേ ഇത്തവണ സൂപ്പർ കപ്പിൽ ഒരു ഫുൾ സ്ക്വാഡ്, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലേയേഴ്സിനെയും, ഫോറിൻ പ്ലേയേഴ്സ് ആണെങ്കിൽ 6 ഫോറിൻ പ്ലേയേഴ്സും അവൈലബിൾ ആണ് എന്നുള്ളതൊരു വലിയ പോസിറ്റീവാണ്. ഇനി ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നോറ ഫെർണാണ്ടസ്, ഗോൾ കീപ്പറായിട്ടുള്ള നോറ ഫെർണാണ്ടസ് ആണ് സൂപ്പർ കപ്പിലെ ആ ഒരു സ്ക്വാഡ് ലിസ്റ്റിൽ നിന്നും പരിക്കേറ്റ് പുറത്തു പോയിട്ടുള്ള ഏക ഇന്ത്യൻ താരം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു വലിയ മിസ് തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ സീസണിൽ ഒരുപാട് ഗോൾ കീപ്പർമാരെ മാറ്റി പരീക്ഷിച്ച് ISLൻ്റെ അവസാനം ക്ലിക്കായ, വർക്കായ, നമുക്കൊരു കോൺഫിഡൻസ് തന്ന ഒരു ഗോൾ കീപ്പറാണ് നോറ ഫെർണാണ്ടസ്. സോ ആ പ്ലെയറിന് തന്നെ കറക്റ്റായിട്ട് ഇഞ്ചുറി വന്നിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ സേവനം സൂപ്പർ കപ്പിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന് പറയുന്നത്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫോറിൻ പ്ലേയേഴ്സ് 6 പേരും, മിലോസ് ആണെങ്കിലും ദൂസൻ ലക്കറ്റോർ ആണെങ്കിലും ലൂണ ആണെങ്കിലും നോവ ആണെങ്കിലും പെപ്ര, ഹേസൂസ്, ഈ 6 പേരും ട്രെയിനിങ് സെഷനിലെ തുടക്കം തൊട്ടേ ടീമിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് കുറച്ചുകൂടി നമ്മൾ ഈ സൂപ്പർ കപ്പിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. ആൻഡ് ഈ സീസണിലെ സൂപ്പർ കപ്പിനുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 6 പ്ലേയേഴ്സിനെയും, നമുക്ക് 6 ഫോറിൻ പ്ലേയേഴ്സ് ഉള്ളതിൽ
6 പേരെയും നമുക്ക് ലൈനപ്പിൽ ഉൾപ്പെടുത്താൻ സാധിക്കും, സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അത് 4 ആണെങ്കിൽ സൂപ്പർ കപ്പിൽ അങ്ങനെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. 6 പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ 6 പ്ലേയേഴ്സിനെയും നമുക്ക് ഈ പറഞ്ഞ പോലെ ലൈനപ്പിൽ കൊണ്ടുവരാം. അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡ് നമുക്ക് മാക്സിമം ഫോറിൻ പ്ലേയേഴ്സിനെ ഇറക്കിക്കൊണ്ട് എല്ലാ പോസ്റ്റിലും അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല. കോച്ചിനാണെങ്കിലും ടാക്ടിക്സ് പ്ലാൻ ചെയ്യാനാണെങ്കിലും പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റി എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. വേണമെങ്കിൽ ഇന്ത്യൻ പ്ലേയേഴ്സിനെ മാറ്റി ഫോറിൻ പ്ലേയേഴ്സിനെ ഇറക്കാം, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻസിനെല്ലാം ഒരു ഓപ്ഷൻസ് തുറന്നു കിട്ടുന്നുണ്ട്. സോ അതൊരു പ്രിവിലേജ് ആണ് കോച്ചിനെ സംബന്ധിച്ച്. ISL അത് കിട്ടില്ല. ഗോൾ കീപ്പിംഗ് പോസ്റ്റിനാണ് നമുക്ക് മറ്റൊരു കൺസേൺ ആയിട്ടുള്ളത്. കാരണം ISL കാര്യമായ രീതിയിൽ ക്ലിക്ക് ആവാതിരുന്ന പല പ്ലേയേഴ്സും തന്നെയാണ് നമുക്കിപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. സച്ചിനാണ് അതിൽ മെയിൻ ഒരു ഓപ്ഷൻ. അത് കഴിഞ്ഞാൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വന്നിട്ടുള്ള കമൽജിത്ത് ആണ് ഒരു ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അതിനുശേഷം ബാക്കിയുള്ള 2 പേരും യങ് പ്ലേയേഴ്സ് ആണ്, അൽസാബിത്തും അതുപോലെ തന്നെ ജസീനും. ഡിഫൻസിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ പ്ലേയേഴ്സ് ആയിട്ടുള്ള ഹോർമി അവൈലബിൾ ആണ്, ബികാഷുണ്ട്, നവോച്ചയും മൈബാനും ഉണ്ട്, അതുപോലെ തന്നെ സന്ദീപും സൈഫും ഡിഫൻസിലുണ്ടെങ്കിൽ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ വിപിൻ, ഫ്രെഡി, കോറോസിംഗ് ഫാമിലി ഇഷ്യൂസ് ഒക്കെ കൊണ്ട് ട്രെയിനിങ് സെഷൻസ് അധികം കിട്ടിയിരുന്നില്ല. സോ അതുകൊണ്ട് ഫസ്റ്റ് മാച്ചിലൊക്കെ ഉണ്ടാവും എന്നുള്ള സംശയമാണ്. ബാക്കി ദാനിഷ് ഫാറൂഖ് ആണെങ്കിലും എയ്മാൻ, അസർ, അമവിയ തുടങ്ങിയ ഇന്ത്യൻ താരങ്ങൾക്കൊപ്പം യങ് പ്ലെയർ ആയിട്ടുള്ള എബിൻ ദാസ് കൂടി നമ്മൾ ആ ഒരു സ്ക്വാഡ് ലിസ്റ്റിൽ കാണുന്നുണ്ട്. ഇനി മുന്നേറ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ പ്ലേയേഴ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇഷാൻ മണ്ടതിയും അതുപോലെ തന്നെ ശ്രീകുട്ടൻ MS ആണ്. എന്തായാലും അവർക്ക് എത്രത്തോളം ചാൻസ് കിട്ടും, കാരണം നമുക്ക് 2 സ്ട്രൈക്കേഴ്സ് ഡബിൾ സ്ട്രൈക്കേഴ്സിനൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ എന്തായാലും കിട്ടും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്ലേയേഴ്സ് ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിലേക്ക് എത്രത്തോളം ചാൻസസ് പോകും എന്നുള്ളത് ഒരു ഡൗട്ടാണ്. എന്തായാലും മാക്സിമം പ്ലേയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, മാക്സിമം പ്ലേയേഴ്സ് നമുക്ക് ലൈനപ്പിലേക്ക് കൊണ്ടുവരാം, ഫോറിൻ പ്ലേയേഴ്സ് നമുക്ക് മാക്സിമം ഉപയോഗിക്കാം. അങ്ങനെയൊക്കെയുള്ളൊരു അഡ്വാൻറ്റേജും ആ ഒരു രീതിയിലുള്ള ഒരു സ്ട്രക്ചറും ഈ സീസണിലെ സൂപ്പർ കപ്പിന് കിട്ടുന്നത് കോച്ചിൻ്റെ ഒരു നല്ല തുടക്കം, നല്ല ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാതെ ഉള്ള പ്ലേയേഴ്സിനെ കൃത്യമായ രീതിയിൽ തന്നെ യൂസ് ചെയ്ത് തുടങ്ങാനുള്ള ഒരു അഡ്വാൻറ്റേജ് കോച്ചിന് സൂപ്പർ കപ്പിൽ കിട്ടുന്നുണ്ട്. സോ എന്തായാലും ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ് എല്ലാ മാച്ചും. ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. സോ മാക്സിമം ട്രെയിനിങ് സെക്ഷൻസും മാക്സിമം ഇപ്പോൾ ടീമിനൊപ്പം ട്രാവൽ ചെയ്ത് ടീമിനെ മനസ്സിലാക്കാനും ആ ഒരു പ്രീ സീസൺ എന്ന രീതിയിൽ ടീമിനെ ഫെമിലിയർ ആവാനുള്ള ഒരു രീതിയിലാണ് കൂടുതലും ഞാൻ ഈ പറഞ്ഞ പോലെ സൂപ്പർ കപ്പിനെ കാണുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ഈ സൂപ്പർ കപ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ബോണസാണ്. പക്ഷേ അടുത്ത സീസണിൽ ഒരു കോംപ്രമൈസും നമുക്ക് പറയാൻ പറ്റില്ല. ഇത്രയും നേരത്തെ ടീമിനെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടി, അത് ഡേവിഡ് കറ്റല ഉപയോഗിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു സൂപ്പർ കപ്പിൽ നിങ്ങളുടെ പ്രതീക്ഷകളും പ്രഡിക്ഷൻസും കമന്റ് ബോക്സിൽ ഷെയർ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.